ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫ് ദിവസം എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാമെന്നായിരുന്നു. രാവിലെ എണീറ്റ് മുഖത്തൊരു കുരു കണ്ട് സങ്കടപ്പെടുന്ന എൻ്റെ ഒരു മുഖമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് അടുക്കിപ്പെറുക്കാം, ഞാൻ തന്നെ മെസ്സിയാക്കിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അലമാരിയിലോട്ട് പോയി ഉടുപ്പൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ടാണ് ഇരിക്കണത്, പക്ഷെ എൻ്റെ സാധനങ്ങൾ വളരെ അലങ്കോലമായിട്ടിരിക്കുന്ന കണ്ടപ്പം അതൊക്കെ ഒന്ന് അടുക്കി വെക്കാം, എല്ലാം അതാത് സ്ഥാനങ്ങളിലൊക്കെ. കണ്ടില്ല എൻ്റെ അവസ്ഥ, കണ്ടില്ലേ? അങ്ങനായിരുന്നു എൻ്റെ പ്ലാൻ. അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി എൻ്റെ ഓരോ സെഷൻ തിരിച്ച്, അതായത് മുഖത്തിൻ്റെതും ബോഡീൻ്റെതും ഹെയറിൻ്റെതും എല്ലാം ഓരോരോ സ്ഥലത്താക്കി. ഞാനിടുന്ന കമ്മൽ, പുറത്തേക്ക് ഇടുന്ന മാല അതൊക്കെ ഒരു സ്ഥലത്താക്കി, പിന്നെ ഫേസ് കെയറിൻ്റെ സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്താക്കി. അതൊക്കെ വെച്ച് കണ്ടപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. അത് നിങ്ങളോടൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുമോയെന്ന് അറിയത്തില്ല, എന്നാലും പറഞ്ഞു തരാം. അങ്ങനെ ഇതൊക്കെ സെറ്റാക്കിയപ്പോഴാണ് ഞാൻ ഓർത്തത്, 2-3 ദിവസമായി അമ്മ നല്ല വഴക്കാണ്, നിന്റെ ബാഗൊക്കെ വേണമെങ്കിൽ എടുത്ത് വെക്കടി എന്നൊരു ഭീഷണി അമ്മ മുഴക്കിയപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ബാഗുകളൊക്കെ തുടച്ച്, അത് പൊട്ടിയൊരു ആങ്കറാണ്, എന്നിട്ട് പോലും ഞാൻ എല്ലാം കൂടി അടുക്കി വെച്ചു. എനിക്ക് ബാഗൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പുതിയതും പഴയതുമായിട്ടുള്ള കുറേ ബാഗ് ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ ആർക്കും കൊടുക്കില്ല, ഞാൻ അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്ത്രീയാണ്. അതേപോലെ തന്നെ എൻ്റെ ചെരുപ്പുകളൊക്കെ, അതായത് വീട്ടിലിടണം പുറത്തിടണമായിട്ടുള്ള ചെരുപ്പുകളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമം. അപ്പോൾ വീട്ടിൽ നല്ല ചൂരക്കറി ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ പുറത്തുനിന്ന് പൊട്ടിച്ച പഴമാങ്ങ ഇട്ട് ഞാനൊരു പിടിയങ്ങ് പിടിച്ചു, ആശ്വാസം. ഇനി ഉറങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് പിന്നെ നടന്നില്ല. ഞാൻ ഓർത്തെന്നാൽ തലയിലും മുഖത്തും കൂടി എന്തെങ്കിലും ചെയ്യാം, സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്ന് ഓർത്തു. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഹെയർ പാക്ക് ആട്ടോ. ഇത് അരച്ചവിടെ വെച്ചു ആദ്യം, എന്നിട്ട് ഒരു ഹോട്ട് ഓയിൽ മസാജൊക്കെ എടുത്തതിന് ശേഷം സ്കാൽപ്പിലേക്ക് ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു സംഭവം ഇതൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്ത്, ഇതൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ, അതായത് ഓഫ് കിട്ടുമ്പം ഞാൻ ഇടുന്ന ഒരു പാക്കും പിന്നെ ഞാൻ ചെയ്യണ കെയറുകളാണ്. ഇത് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് ഇതിനൊക്കെ മുടി നീട്ടി വളർന്നോന്നൊക്കെ ചോദിച്ചാൽ ഇത് ചെയ്യുമ്പോൾ എനിക്കൊരു ആശ്വാസമാണ്. എൻ്റെ മുടിക്ക് നല്ല ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നേരത്തെ ഞാൻ അരച്ച് വെച്ച ആ ഒരു പാക്കും കൂടി ഇട്ട് ഞാൻ കുറച്ച് നേരം പുഴുങ്ങാൻ അങ്ങനെ ഇരുന്നു. പിന്നെ എന്നിട്ട് മുഖത്തിൻ്റെ കാര്യമായിരുന്നു, ഒരു ക്ലൻസർ ഇട്ട് മുഖം കഴുകി. ഇപ്പം ഞാൻ മാമിയാക്കിൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ എവർ യൂത്തിൻ്റെ ഒരു സ്ക്രബ് ഇട്ടിട്ട് അങ്ങനെ മുഖമൊക്കെ നല്ല വൃത്തിയായിട്ട് തേച്ച് ഉരച്ച് സെറ്റാക്കി വെച്ചു. അതുകൂടി കഴിഞ്ഞപ്പം ഗുഡ് വൈബ്സിൻ്റെ തന്നെ ഒരു ഇതുണ്ടായിരുന്നു, എന്താ അതിൻ്റെ പേര്, ഉപ്റ്റൻ ഫേസ് പാക്ക്. അത് തൈരുമായിട്ടിട്ട് കുഴച്ച് മുഖത്ത് തേച്ച് വെച്ച് ഞാൻ കുറച്ച് നേരം ഉണങ്ങാനിരുന്നു. അത് കഴുകി കഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ഷാമ്പൂ ഒക്കെ ഇട്ട് കണ്ടീഷണറൊക്കെ ഇട്ട് തല കുളിച്ച് കഴിഞ്ഞു. ആൽപ്സിൻ്റെ തന്നെ ആ പപ്പ ഒന്ന് കൊഞ്ഞനം കുത്തിയിട്ട് പോയതാട്ടോ. ആൽപ്സിൻ്റെ തന്നെ ഫ്ലാക്സ് സീഡിലൊക്കെ തല തേച്ച് കഴിഞ്ഞപ്പം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. എന്നിട്ട് വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല, പുറത്ത് പോയി 2 പേരെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പുറത്ത് പോയി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.